മതി, അഭിനയം നിർത്തിക്കോ. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പോ നീ കിടന്ന് എത്ര തുള്ളിയാലും സഹിക്കാന്ന് വെക്കാം. പക്ഷെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സംഭവത്തിന് നീ ചാടിയിട്ട് ഒരു കാര്യമില്ല. വെറുതെ അലച്ച് നിലവിളിച്ച് നിന്റെ തൊണ്ട കളയാതെ നോക്കിക്കോ. ഒന്ന് കണ്ടിട്ട് വരട്ടെ. കണ്ടു ആന്റി, ദിവസം ചെല്ലുന്തോറും അവളുടെ നാവിന് നീളം കൂടി വരിക. അവക്കെന്ത് വല്ല കൊമ്പുണ്ടെന്നാ? ശരിയാണ് മഞ്ജരി, അവളുടെ ഈ അഹങ്കാരത്തിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടിയാക്കണം. നമ്മള് കയ്യും കെട്ടി നോക്കിയിരുന്ന ഒന്നും അതിന്റെ വഴിക്ക് ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. മോളെ ചാരു, നീ കടയിൽ ചെന്നേ 1 കിലോ പഞ്ചസാര വാങ്ങി വരുവോ? ശരി ചെറിയമ്മേ. മമ്മി, കിച്ചണിൽ 5 കിലോ ഷുഗർ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ 1 കിലോ വാങ്ങിക്കാൻ പറഞ്ഞയക്കുന്നേ? അവൾ 1 കിലോ പഞ്ചസാര വാങ്ങാൻ പോകുമ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 ലക്ഷോ. മമ്മി ഇന്നലെ വല്ല ദുസ്വപ്നം കണ്ടായിരുന്നോ? നേരം വെളുത്തപ്പോ തൊട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. നീ ഒന്ന് പോടി. മുഴുവൻ കേട്ടാ ചിലപ്പോ നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്നിരിക്കും. ശരി, എന്നാ കാര്യം എന്താന്ന് പറയും മമ്മി. കടയിൽ പോയിരിക്കുന്ന ചാരുവിനെ ആ ജഗദീഷ് ഇപ്പൊ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. കടത്തിക്കൊണ്ടുപോയിട്ട് അവൻ മേഘനയോട് 20 ലക്ഷം രൂപ ചോദിക്കും. അവന് കിട്ടുന്ന 20 ലക്ഷത്തിന്ന് 10 അവന്, 10 നമുക്ക്. ജഗദീഷിന് ഞാൻ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അവൻ പുറത്ത് റെഡിയായി നിൽപ്പുണ്ട്. അവള് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വാരിക്കൂട്ടി കാറിലിട്ട് കൊണ്ടുപോയിക്കോളും. എന്റെ അമ്മോ, 10 ലക്ഷോ? ഇങ്ങനൊരു ഗുഡ് ന്യൂസ് ഇത്ര ലേറ്റ് ആയിട്ടാണോ എന്നോട് പറയാ? കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ അപ്പൊ തൊട്ട് ഞാൻ സന്തോഷിക്കായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തൊട്ട് സന്തോഷിച്ചാ മതി ട്ടോ. ഹായ് രാജേഷ്, നീ എന്താ മുഖം കെട്ടി വെച്ചിരിക്കുന്നെ? നിനക്കെന്താടാ സുഖമില്ലേ? സുഖമില്ല ചാരു. നീ കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ? ഇത് തന്നെയാ ചാരു. നല്ല കാറാണ് രാജേഷ്. താങ്ക് യു ചാരു. ഓക്കെ, പോട്ടെ എന്നാ. അവളെ ചെന്ന് പിടിച്ചോണ്ട് പോ. ജഗദീഷേ, ചാരു വരെ തിരിച്ചറിഞ്ഞിരിക്കുക. ഇനി ഞാൻ എന്റെ കാറുമായിട്ട് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പിടിക്കപ്പെടും. നീ വേറെ വല്ല കാർ നോക്കിക്കോടാ. സാരമില്ല, പോട്ടെ. ഞാൻ സേഫ് സൈഡ് ഒരു കാറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വന്നോണ്ടിരിക്കുക. എന്നാ ശരി, ഞാൻ പോവാണേ. നോക്കിക്കോ. ഓക്കെ. ഓക്കെടാ.
ഷാലു 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 എന്താടി മേലോട്ട് വായും പൊളിച്ചിരുന്ന് ഇത്ര കണക്ക് കൂട്ടാൻ? 10 ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടായിരിക്കുമെന്ന് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മമ്മി. അതെന്തിനാടി? ജഗദീഷ് ചാരുവിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാ നമുക്ക് 10 ലക്ഷല്ലേ കിട്ടാൻ പോകുന്നേ. അതെങ്ങനെയൊക്കെ ചെലവാക്കണം, എന്തൊക്കെയാ വാങ്ങേണ്ടേ എന്നൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്റെ പൊന്നെ, നീ ആടി എന്റെ മോള്. എല്ലാം എന്നെ പോലെ തന്നെ. കയ്യിൽ കിട്ടിയ എല്ലാം അപ്പൊ തന്നെ തീർത്തോളൂ. ഇതിപ്പോ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ ചെലവിനെ പറ്റി ആലോചിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഈ കിഡ്നാപ്പിംഗ് ബിസിനസ് അടിപൊളിയാണല്ലോ മമ്മി. നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ മമ്മി? എടി ഒരുമ്പട്ടവളെ, ഇത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, വലിയ കുറ്റമാ. നമ്മൾ നേരിട്ട് ഇടപെടാൻ പാടില്ല. ജഗദീഷിനെ പോലുള്ള ബലിയാടുകളെ കിട്ടുമ്പോ അവരെ കൊണ്ട് ലാലു എന്നോടെ ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ സീരീസിനെ കുറിച്ച് പറഞ്ഞതാ. അവളത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്താന്നറിയില്ല ചെറിയമ്മേ, 2-3 ദിവസമായിട്ട് ചാരുവിനെ നിതിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. അതിരിക്കട്ടെ, ചാരു എവിടെ? ചാരുവോ? എനിക്കറിയില്ല മേഘനെ. കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. മറന്നുപോയോ മമ്മി? ഇപ്പോഴല്ലേ പഞ്ചസാര വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞയച്ചേ. ഓ, പഞ്ചസാര വാങ്ങാൻ അയച്ചിരുന്നല്ലേ? നിന്നെ പറഞ്ഞ അയക്കേണ്ടതായിരുന്നടി. ഒരു ബാധ ഒഴിഞ്ഞു കിട്ടിയേനെ. ചെറിയമ്മേ, നിതിൻ എവിടെ? അവനെയും കാണുന്നില്ലല്ലോ. അവനൊരു പുതിയ ട്യൂഷൻ സെന്ററിൽ ചേർന്നിട്ടുണ്ട്. ട്യൂഷന് പോയിരിക്കുക. കുറച്ച് കഴിയുമ്പോ എത്തിക്കോളും. നീ അവിടെ ഇരിക്കും മോളെ, ഞാൻ കാപ്പി വെല്ലോട്ടോണ്ട് വരാം. മേഘനെ, ഒരുങ്ങിയിരുന്നോ. കുറച്ച് കഴിയുമ്പോ നിനക്ക് ജഗദീഷിന്റെ ഫോൺ വരും. 20 ലക്ഷം ചോദിക്കുക. നിന്റെ വക്കീല് മുത്തശ്ശന്റെ നമ്പറും എടുത്തു വെച്ചോ. ഫോൺ ചെയ്താലല്ലേ അയാൾ ഇങ്ങോട്ട് വരൂ. ആ 20 ലക്ഷത്തിൽ 10 ലക്ഷം എന്റെ കയ്യിലിരിക്കും. ഇത്രയും നല്ലൊരു പ്ലാൻ പറഞ്ഞതിന് ആ ജഗദീഷിന് ഒരു 100 രൂപ ടിപ്പായിട്ട് എന്തായാലും കൊടുക്കണം. എന്തോ പറ്റിയടാ? കാറിന് എന്തോ പറ്റി? ഒന്ന് പെട്ടെന്ന് നോക്ക്, ചെല്ല്. ആരാണ് നിങ്ങൾക്ക് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? മിസ്റ്റർ രവി, ഞാൻ വന്നോണ്ടിരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം. എന്താ പറഞ്ഞേ? എന്താ മനസ്സിലായില്ല? ഹലോ മിസ്റ്റർ രവി, ഹലോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഹലോ, ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കേ. ഹലോ രവി, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ് രവി. ആക്ച്വലി അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നേ. ആ നിൽക്കുന്നത് മിഥുനാടാ. അവനെങ്ങാനും കണ്ട നമ്മുടെ കഥ അതോടെ തീരും.
ഇവനെ മിഥുനേട്ടനെ അറിയാവോ? അപ്പൊ ഇവൻ ആരായിരിക്കും? ആ ശരി, ഓക്കെ. ചാരുവിനെ എന്താ ഇനിയും കാണാത്തെ? പഞ്ചസാര വാങ്ങിക്കാൻ പോയ ആള് 10 മിനിറ്റ് കൊണ്ട് വരേണ്ടതല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈകുന്നേ? ഒന്ന് അവളെ വിളിച്ചു നോക്കട്ടെ. എടോ, വിട്. വിട്. വിടാനാ പറഞ്ഞത്. എടോ, കയ്യിന്ന് വിട്. ചാരു ഫോൺ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണോ? ഷോപ്പ് ഇവിടെ അടുത്താ. പക്ഷെ ഇത്രയും നേരം എന്താ അവൾ അതുവഴി വല്ലയിടത്തും പോയോ? എന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ആര് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നേ? എന്നെ വീട്, എനിക്ക് വീട്ടിൽ പോണം. ചാരു, ഇനി നിനക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല. അതിന് ഞങ്ങള് മനസ്സ് വെക്കണം. അതുകൊണ്ടേ വേണ്ടാതീനൊന്നും കാണിക്കാണ്ട് അവിടെ അടങ്ങിയിരിക്കും. അവിടെ പോയിരിക്കടി, ഇങ്ങനെയൊന്നും മോങ്ങാണ്ട്. എന്നെ എന്തിനു വേണ്ടി നിങ്ങൾ പിടിച്ചോണ്ട് വന്നേ? എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ശബ്ദിക്കരുത്, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കുത്തി കൊന്നുകളയും. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറിയാ നിന്നെ കൊന്നിട്ടിട്ട് ഞാനങ്ങ് പോവും. മിണ്ടാതിരുന്നാ നിനക്ക് കൊള്ളാം. ഡാ, അവളെ പിടിച്ചോണ്ട് പോടാ. ഓക്കേടാ. മേഘനെ, നീ എപ്പോഴാ മോളെ വന്ന്? സുഖമാണോ നിനക്ക്? എനിക്ക് സുഖാണ് ചെറിച്ച. വന്നിട്ട് കുറച്ചു നേരമായി. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. ചാരുവിനെ നിതിനെയും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ, ഒന്ന് കണ്ട് വിശേഷങ്ങൾ അറിയാന്ന് കരുതി. നിതിന് ട്യൂഷന് പോയിരിക്കാന്നാ പറഞ്ഞ. പക്ഷെ ചാരു കടയിൽ പോയിട്ട് ഇപ്പൊ ഒത്തിരി നേരായി, ഇതുവരെ എത്തിയില്ലല്ലോ. അതെന്താ എത്താത്ത? കട ഇവിടെ അടുത്ത് തന്നെയാണല്ലോ മോളെ. അതാ ചെറിച്ച എനിക്കും മനസ്സിലാവാത്തെ. ഞാൻ വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂറോളായി. നീ പേടിക്കാതിരിക്കും മോളെ. ഞാൻ ആ കടയിൽ ചെന്നൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. ഓക്കെ? ആ ശരി ചെറിച്ച. മമ്മി, മമ്മി, എന്താടി? എനിക്കിവിടെ നിക്കപ്പുറതില്ലാതെ തല പൊട്ടുന്ന അവസ്ഥയാ. മമ്മി എന്താ ഒരു കൂസലില്ലാതെ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നേ? അതിനിപ്പോ എന്തുണ്ടായിട്ടാ? ആ ജഗദീഷിന്റെ അടുത്തുനിന്ന് ഇതുവരെ ഒരു കോളോ മെസ്സേജോ ഒന്നും ഇല്ലല്ലോ മമ്മി. അവൻ ചാരുവിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കോ മമ്മി? എടി മണ്ടി പെണ്ണേ, പലചരക്ക് കടയിൽ പോവാൻ ഇവിടുന്ന് ഒരു 100 മീറ്റർ തികച്ചില്ല. എന്നിട്ടും അവൾ ഇതുവരെ തിരിച്ചെത്തിയില്ലെങ്കിൽ അറിഞ്ഞൂടെ ആ ജഗദീഷ് അവളെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പാണെന്ന്? എന്തോ മമ്മി, എനിക്ക് അങ്ങോട്ട് വിശ്വാസം പോരാട്ടോ. മമ്മിക്ക് ആ ജഗദീഷിനെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? ശരി, ചെയ്യാം. പറയാ ആന്റി. ചാരുവിനെ നീ കിഡ്നാപ്പ് ചെയ്തല്ലോ അല്ലേ? സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്താലേ കാശ് കിട്ടുള്ളൂ കേട്ടോ. ആളെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി വേണം ഫോൺ ചെയ്ത് കാശ് ചോദിക്കാൻ. എന്തിനാ വെറുതെ സമയം കളയുന്നേ? പെട്ടെന്ന് കാര്യങ്ങൾ നീക്കിക്കൂടെ? ഈ കിഡ്നാപ്പ് ഡ്രാമ എനിക്ക് ഇഷ്ടപ്പെട്ടു ആന്റി. ഒരു ഫോൺ ചെയ്താ ലക്ഷങ്ങൾ കിട്ടും. ചാരുവിനെ ഞാൻ വിട്ടുകൊടുക്കും, അത്ര തന്നെ കാര്യം നടന്നു. പക്ഷേ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു സുഖമില്ലാണ്ട് വെറുതെ വിട്ടാൽ എങ്ങനെയാ? നീ എന്താടാ ഈ ഉദ്ദേശിക്കുന്നേ? വല്ലവന്റെ വീട്ടിൽ കയറി കൊഴുക്കട്ട മോഷ്ടിക്കുന്ന പോലെ അല്ലട്ടോ ഇത്. നിയമവിരുദ്ധമാണെന്ന് ഓർത്തോളണം. ചെറുതായിട്ടൊന്ന് പിഴച്ചാൽ പോലും നീയും നിന്നോടൊപ്പം ഞങ്ങളും ആജീവനാന്തം തടവി കിടക്കേണ്ടി വരും. വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് നീ ഫോൺ ചെയ്ത് കാശ് വാങ്ങാൻ നോക്ക്. മേഘന ഇന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വിളിച്ച് ചോദിക്കേ, വെറുതെ സമയം കളയാതെടാ. ആന്റി, എപ്പോ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആന്റി സമാധാനമായിട്ടിരിക്കും.
ഈ ജഗദീഷിന്റെ പ്ലാനൊക്കെ ഉഗ്രനാ, പക്ഷെ അവനിപ്പോ ഉഴപ്പാണോന്ന് എന്റെ ഒരു പേടി. അവൻ ആളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയില്ലേ, ഇനി പ്ലാൻ ഫ്ലോപ്പ് ആവുന്നൊന്നും ചിന്തിക്കാൻ നിക്കണ്ട മമ്മി. കാശൊക്കെ കിട്ടിക്കോളും, മമ്മി ഒന്ന് സമാധാനപ്പെട്. എന്താ മോളെ വേണ്ടേ? ചാരുവിന് വേണം ചെറിയമ്മേ. എന്നോട് ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? അങ്ങനെയല്ല ചെറിയമ്മേ, ഇവിടെ അടുത്തുള്ള പലചരക്കടയിൽ പോയി വരാൻ ഇത്രയും സമയം എടുക്കുന്നത് എന്തിനാ? ഇത്രയും നേരായിട്ട് കാണുന്നില്ലല്ലോ. എന്റെ മനസ്സിൽ എന്തോ പേടി തോന്നുന്നു. മോളെ മേഘനെ, പേടിക്കാൻ ചാരു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവളിങ്ങ് വന്നോളും, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. വാ മോളെ. I will call you back. മേഘന വീട്ടിലില്ല. റൂമിൽ കയറി ഒന്ന് പരിശോധിച്ച അവളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. മേഘന എവിടെയാണ് ജോലി ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഇതാണ് പെർഫെക്റ്റ് ടൈം. നിക്കവിടെ. മഞ്ജരി, നീ എന്താ ഇവിടെ? ആന്റി, മേഘന വീട്ടിലില്ലല്ലോ. ഇതാണ് പറ്റിയ അവസരം. അകത്ത് കയറി ശരിക്കൊന്ന് പരിശോധിച്ച നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തടയും. അവൾ എവിടേക്കാ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയാണ് മഞ്ജരി, ഇക്കാര്യത്തെ കുറിച്ച് ഞാനങ്ങ് മറന്നുപോയി. ഇന്നത്തോടു കൂടി മേഘനയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. പ്രിയംവദേ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ എന്താ കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ചുമ്മാ മേഘനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതെങ്ങനെയാ? മേഘന പുറത്തേക്ക് പോകുന്നത് നിങ്ങളും കണ്ടതാണല്ലോ. പിന്നെ ആരോട് സംസാരിക്കാനാ നിങ്ങൾ അവളുടെ മുറിക്കകത്തേക്ക് കയറുന്നത്? ശരിയാണല്ലോ അച്ഛമ്മേ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. മേഘന ഇല്ലാത്തപ്പോ അവളുടെ മുറിക്കകത്തേക്ക് കയറുന്നത് അത്ര നല്ല സംസ്കാരമല്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞോളഞ്ഞ്? ഞങ്ങളെന്താ വല്ലതും മോഷ്ടിക്കാൻ കയറാന്ന് കരുതിയോ? പ്രിയംവദേ, എല്ലാ മനുഷ്യർക്കും വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ടാവും. അതിലേക്ക് എത്തി നോക്കുമ്പോ അവരുടെ അനുവാദം വേണം. ഇതും അതുപോലെ തന്നെ അല്ലേ? അനുവാദമില്ലാണ്ട് നിങ്ങളൊരു വ്യക്തിയുടെ മുറിയിൽ കയറിയ ആ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യമായിരിക്കും അത്. എന്നാ വേണ്ട അമ്മേ, മേഘനയുടെ പ്രൈവസിയിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം? നീ ഇങ്ങ് വാ മഞ്ജരി. ചെറിച്ച, ആ കടയിൽ ചെന്ന് നോക്കിയായിരുന്നോ? അവരെന്താ പറഞ്ഞേ? ചാരു ഇവിടെ ചെന്നിരുന്നോ ചെറിച്ച? ഇല്ല മേഘനെ, ഇന്ന് ചാരു ആ കടയിലേക്ക് ചെന്നിട്ടേ ഇല്ലത്രേ. അവിടേക്കാണെന്നും പറഞ്ഞാണല്ലോ പോയത്. എന്നിട്ട് കടയിൽ കയറാതെ അവളെ എങ്ങോട്ട് പോയതായിരിക്കും? അവക്ക് വല്ലതും പറ്റിക്കാണോ ചെറിച്ച? ചെറിച്ച, ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല. വല്ല അപകടവും പറ്റിയതാണോന്ന് നോക്കണം. എന്റെ മനസ്സിൽ എന്തോ ഒരു ദുസൂചന ഉണ്ടാവുന്നു. ചാരുവിന് വഴിയിലെങ്ങാനും കണ്ടോന്ന് നമുക്കൊന്ന് എല്ലാരും വിളിച്ച് ചോദിക്കാൻ ചെറിച്ച. ശരിയാ മോളെ, ചാരുവിനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമായിരുന്നു. വാ നമുക്ക് നോക്കാം. വീട്ടിലൊരാളെ കാണുന്നില്ലെന്ന് പറഞ്ഞാ അവിടെയുള്ളവരെല്ലാവരും ഒന്ന് പരിഭ്രമിക്കും. എന്നിട്ടും നിങ്ങൾ അവൾക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുപോലും കാണിക്കുന്നില്ലല്ലോ. വന്നേ ചെന്ന് ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം. എന്തിനേട്ടാ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നേ? ചാരുവിന് എന്തു പറ്റിയെന്നുള്ള പേടി ഞങ്ങളുടെ മനസ്സിലും ഉണ്ടാവില്ലേ? നിങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ടല്ലോ എന്ന് കരുതി. എന്നാ വേണ്ട, ഞാനും വരാം. തൊലയ്ക്ക് മോള് വാ, നമുക്ക് പോയി നോക്കാം. വാടി.
മേഘനെ, മോളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല ചെറിച്ച. എന്റെ ചാരുവിന് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാനാവില്ല. ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അവൾക്ക് ചെറിയൊരു മുള്ളു കൊണ്ട പോലെ എന്നെ കൊണ്ടത് സഹിക്കാനാവില്ല. എന്നിട്ടിപ്പോ എന്റെ ചാരുവിന് വല്ലതും പറ്റിയോ എന്ന് ആലോചിക്കുമ്പോ തന്നെ എന്റെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു. മേഘനെ, നീ വിചാരിക്കും പോലെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാട് കയറി ഒന്നും ചിന്തിക്കണ്ട. കുറച്ചു നേരം കൂടി നമുക്കൊന്ന് കാത്തിരിക്കാം. എന്നിട്ടും അവള് തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. ഈ ചെറിയച്ഛനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് മോള് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മമ്മി, സിറ്റുവേഷൻ സീരിയസ് ആവുകയാണല്ലോ. പിക്ചറിലേക്ക് പോലീസ് കയറുന്നതിന് മുൻപ് കാശ് ചോദിച്ച് മേടിക്കാനായിട്ട് ആ ജഗദീഷിനെ മെസ്സേജ് ചെയ്യോ വിളിക്കോ ചെയ്യ്. ലേറ്റ് ആക്കിയാൽ ആ ലക്ഷ്മി ദേവി നമ്മുടെ വീടിന്റെ പടി ഇറങ്ങി പോവും. അവിടെ നിന്ന് എന്താ ഗൂഢാലോചന? വീട്ടിലേക്ക് വരാൻ നോക്ക്. മോള് വാ. ചെറിച്ച, എന്റെ മനസ്സിൽ എന്തൊക്കെ പേടി തോന്നുന്നു. ചാരുവിന് എന്തോ പറ്റിയെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല ചെറിച്ച. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഈശ്വര, ഇവര് ശരിക്കും പോലീസിലേക്ക് പോയി കളയോ? ജഗദീഷ് ആണെങ്കിൽ ഇതുവരെ ഫോണും ചെയ്തില്ല. കാശിന്റെ കാര്യം ഒന്നും മിണ്ടുന്നുമില്ലല്ലോ. അവന്റെ ഉദ്ദേശം എന്താ? ശരി മോളെ, ഇപ്പൊ തന്നെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം.